ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് വീണ്ടും പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഭൂമിയിൽ കർത്താവ് നമുക്ക് ചെയ്ത വലിയ അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ആയുസ്സിനെ, ആരോഗ്യത്തെ തമ്പുരാൻ വിശാലമാക്കി തന്ന കർത്താവിൻ്റെ മഹാസ്നേഹത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. പവർ വിഷൻ ചാനലിൽ കൂടി വിവിധ രാജ്യങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് തുടർമാനമായി മീറ്റിങ്ങുകൾ ശ്രവിക്കുന്ന സ്നേഹമുള്ള ദൈവമക്കൾ, ശ്രോതാക്കൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും വന്ദനവും അറിയിച്ചുകൊണ്ട് നിങ്ങളോട് കൈമാറുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ ഏൽപ്പിച്ച ആത്മീയ ദൂതനകത്തേക്ക് ഞാൻ വേഗത്തിൽ സഞ്ചരിക്കുന്നു. സംഖ്യാപുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ് നിങ്ങളോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ ഏൽപ്പിച്ച ദൂത്. അതിങ്ങനെ വായിക്കുന്നു: യഹോവയോട് ഞങ്ങൾ മത്സരിക്കുക മാത്രം അരുത്, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്കിരയാകുന്നു, അവരുടെ ശരണം പോയിപ്പോയിരിക്കുന്നു. നമ്മോടുകൂടെ യഹോവയുള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. അതിൻ്റെ 8-ാമത്തെ വാക്യം കൂടി വായിച്ചാലേ ആ കാര്യങ്ങൾ പൂർത്തിയാകുള്ളൂ. സ്തോത്രം. 8-ാം വാക്യം ഇങ്ങനെയാണ്: യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. എന്നിട്ടാണ് അടുത്ത വാക്ക്: യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രമരുത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗം. ഈ ഭാഗങ്ങൾ മോശയോട് ഉടയ തമ്പുരാൻ ഇറങ്ങി വന്ന കനാൻ ദേശം ഉറ്റുനോക്കാൻ പോകണമെന്ന് പറഞ്ഞ തുടങ്ങുന്ന അധ്യായമാണ് 13-ാം അധ്യായം. അതിൻ്റെ 13-ന്റെ 1-ാം വാക്യങ്ങൾക്കകത്ത് കാണാൻ കഴിയും. മോശയോട് പറയുന്നു, പ്രഭുക്കന്മാരെ എടുക്കുക, 12 ഗോത്രത്തിൽ നിന്ന് 12 പ്രഭുക്കന്മാർ കനാൻ ദേശം കാണാൻ പോകണം എന്ന് പറയുന്നു. മോശ ഈ ആലോചന പ്രാപിച്ചിട്ട് 12 ഗോത്രത്തിൽ നിന്നും 12 പ്രഭുക്കന്മാരെ താൻ തിരഞ്ഞെടുക്കുന്നു. അവരുടെ പേരുകൾ, സ്തോത്രം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7-ാം വാക്യം മുതൽ 16 വാക്യം വരെ പറഞ്ഞ് നിർത്തുന്നുണ്ട്. 12 ഗോത്രത്തിൽ നിന്ന് 12 പ്രഭുക്കന്മാർ വരുന്നു. അവർ കനാൻ പോയി കണ്ടിട്ട് 40 ദിവസത്തോളം ആ രാജ്യത്ത്, ആ ദേശത്ത് പാർത്ത് മടങ്ങി വന്നിട്ട് കണ്ട കാഴ്ചയുടെ അഭിപ്രായങ്ങൾ പറയുന്ന ഭാഗമാണ് 13-ാമത്തെ അധ്യായം. അഭിപ്രായം വളരെ ശ്രദ്ധേയമാണ്. നിരാശാജനകമായ അഭിപ്രായമാണ് വന്നവരെല്ലാം പറഞ്ഞു പോയത്. കനാൻ ദേശം നല്ലതാണ്, ശ്രേഷ്ഠമാണ്, സമർത്ഥമാണ്. അവിടെ ഒത്തിരി ഫലങ്ങളുണ്ട്, ഒത്തിരി ശ്രേഷ്ഠമായ ഫലങ്ങളുണ്ട്. ലക്ഷണമായി ചില ഫലങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന ഭാഗം. പക്ഷെ അവർ പറഞ്ഞ വളരെ അപകടകരമായ ഒരു വാക്കുണ്ട്. രാജ്യം നല്ല രാജ്യമാണ്, പാലും തേനും ഒഴുകുന്ന രാജ്യമാണ്, സമൃദ്ധിയുള്ള രാജ്യമാണ്. പക്ഷെ അവർ പറയുന്ന വാക്ക്, നമുക്കൊരു കാരണവശാലും ആ രാജ്യത്തെ പിടിച്ചടക്കാൻ കഴിയില്ല, നമുക്ക് നേടാൻ കഴിയില്ല. നമ്മുടെ വാഗ്ദത്തമാണ് ആ ദേശം. അവിടെ ശത്രുക്കൾ പാർക്കുന്നുണ്ട്. സ്തോത്രം. നമുക്കൊരിക്കലും രാജ്യത്തെ പിടിക്കാൻ കഴിയില്ല. എനിക്ക് എൻ്റെ ചിന്തകൾ ശരിയാണെങ്കിൽ 2-3 ശത്രു രാജ്യങ്ങളെ അവിടെ പറയുന്നുണ്ട്. ഈ 13-ന്റെ അവസാനത്തെ 33-ാമത്തെ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവിടെ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്. സ്തോത്രം. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളെയും അനാഖ്യന്മാരെയും കണ്ടു, ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ തോന്നി, അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. 13-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ പറയുന്നു, അവിടെ അനാഖ്യ മല്ലന്മാരുണ്ട്. അവർ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ്, നമ്മളെക്കാൾ ബലമുള്ളവരാണ്. നമ്മുടെ കണ്ണിലും അവരുടെ കണ്ണിലും നമ്മൾ വെട്ടിക്കിളികളെ പോലെയാണ്. മലയാളം ബൈബിളിൽ വെട്ടിക്കിളിയെന്നും ഇംഗ്ലീഷ് ബൈബിളിൽ പുൽച്ചാടികളെ പോലെയായി എന്നാണ് വായിക്കുന്നത്. ഇത്രയും ശത്രു പ്രബലനായി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വാഗ്ദത്തം എന്ന രാജ്യം പിടിക്കാൻ പറ്റില്ല. ഇവിടെയാണ് എൻ്റെ സന്ദേശം നിങ്ങളോട് കൈമാറി തുടങ്ങാൻ പോകുന്നത്. ദൈവമക്കൾ യാഥാർത്ഥ്യത്തെ വിശ്വസിക്കണോ അതോ ദൈവം പറയുന്ന ആലോചനകളെ വിശ്വസിക്കണം? ഇതൊരു ചോദ്യമാണ്.
എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണിത്. നമ്മൾ ഏതിനെയാണ് വിശ്വസിക്കേണ്ടത്? യാഥാർത്ഥ്യം വിശ്വസിക്കണോ, അതോ ദൈവം പറയുന്ന ദൂതുകളും ദൈവത്തിൻ്റെ ആലോചനകളും വിശ്വസിക്കണം? കണ്ണുകൊണ്ട് കാണുന്ന യാഥാർത്ഥ്യം, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യം, അതൊരിക്കലും മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. പക്ഷെ കാണുന്ന യാഥാർത്ഥ്യത്തെക്കാൾ ഉയരെയാണ് നമ്മൾ ദൈവശബ്ദം കേട്ടത്, ദൈവം പറഞ്ഞതും വചനത്തിൽ കൂടി നമ്മൾ ഗ്രഹിച്ചതും ദൈവദാസന്മാർ നമ്മളോട് പറഞ്ഞതും ഒക്കെ വാഗ്ദത്തങ്ങളും ദൂതുകളും പ്രവചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യത്തിന് വിരോധമാണ്. അപ്പം ചോദ്യം, യാഥാർത്ഥ്യത്തെ വിശ്വസിക്കണോ, ദൈവം പറഞ്ഞ ആലോചനകളെ വിശ്വസിക്കണോ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ, ദൈവത്തിൻ്റെ ദൂതുകളെ നമ്മൾ വിശ്വസിക്കണം? ഏതാ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഈ പ്രശ്നം ഇവിടെയും ഉടലെടുത്തിരിക്കുന്നു. ഉടയതമ്പുരാൻ തരാമെന്ന് പറയുകയും ഫ്രീ ആയി കനാൻ രാജ്യം തരാമെന്ന് പറയുകയും കണ്ടവരൊക്കെ മടങ്ങിവെന്ന് പറഞ്ഞു. ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന യാഥാർത്ഥ്യം വെച്ച് നോക്കുകയാണെങ്കിൽ രാജ്യം പെട്ടെന്നൊന്നും നമുക്ക് പിടിക്കാൻ പറ്റില്ല. ഭയങ്കര യാഥാർത്ഥ്യമാണ്. ദൈവം തരാമെന്ന് പറയുന്നു, പക്ഷെ ഞങ്ങൾ ആ രാജ്യത്ത് പോയി സഞ്ചരിച്ച് 40 ദിവസം ആ രാജ്യത്തൂടെ നടന്ന് ഞങ്ങൾ കണ്ണുകൊണ്ട് കുറേ കാഴ്ചകൾ കണ്ടു. കുന്നിൻമോളിൽ ശത്രു, താഴ്വരയിൽ ശത്രുക്കൾ, അനാഖ്യന്മാരായ മല്ലന്മാർ. ഇതൊക്കെ കാണുമ്പം ദൈവം പറയുന്ന ആലോചനകളെ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വ്യക്തം ചെയ്യും. ആലോചന കറക്റ്റാണ്, പക്ഷേ ഞങ്ങളുടെ ലൈഫിൽ നടക്കുന്ന, ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന യാഥാർത്ഥ്യം അത് വെച്ച് നോക്കുമ്പം വലിയ പാടാണ് നടക്കാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെ, നമ്മുടെ ലൈഫിൽ നടക്കുന്ന സകലതും യാഥാർത്ഥ്യമാണ്. നമ്മളെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ, നമ്മളെ സ്കാൻ ചെയ്ത സ്കാനിങ് റിപ്പോർട്ട്, നമ്മുടെ എക്സ്റേ, നമ്മളെ ബ്ലഡ് റിപ്പോർട്ട്, ഈ റിപ്പോർട്ടുകളൊക്കെ വെച്ചിട്ട് ഡോക്ടർമാർ പറഞ്ഞ കാര്യം, കുറിച്ച മെഡിസിൻ എല്ലാം യാഥാർത്ഥ്യമാണ്. അതിനകത്തൊരു വെള്ളവും ഇല്ല. കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. ആ രോഗം വലുതാണെന്നും ആയുസ് അധിക ദൂരം ഇല്ലെന്നും, അല്ലെങ്കിൽ ആയുഷ്കാലം മുഴുവൻ നിങ്ങൾ മെഡിസിൻ കഴിക്കണമെന്നും, ഈ രോഗം നിങ്ങളെ വിട്ടുമാറത്തില്ലെന്നും, ഇതൊക്കെ യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. സ്തോത്രം. യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ നിയമസാധ്യതകൾ വെച്ച്, സാഹചര്യങ്ങൾ വെച്ച് ഒരു നല്ല യാത്ര ഉണ്ടാകാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ യാത്ര ചെയ്താൽ മറ്റൊരു രാജ്യത്ത് ചെന്നാൽ ഉറയ്ക്കാൻ പറ്റില്ല. അവിടെ PR മറ്റു കാര്യങ്ങൾ ലഭിക്കാൻ വലിയ പാടാണ്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച്, ലോകത്തിന് നിലവാരം വെച്ച് ഒക്കെ യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത വെച്ചൊരു ഹയർ ലെവൽ പോസ്റ്റ് കിട്ടില്ല. ഒരു വലിയ ഓഫീസിൽ ചെന്നാൽ അതിൻ്റെ വലിയ ഇരിപ്പിടങ്ങൾ ലഭ്യമാകാൻ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യ. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങൾ കേട്ട ദൂതെന്താ? ഉയർച്ചയുടെ ദൂതല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളോട് തമ്പുരാൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ വലുതല്ലായിരുന്നോ? മഞ്ഞു പെയ്യുന്ന രാജ്യങ്ങളിൽ കൊണ്ടു ചെല്ലുമെന്നല്ലേ തമ്പുരാൻ പറഞ്ഞത്? പക്ഷെ നടക്കുന്ന യാഥാർത്ഥ്യം വെച്ച് നോക്കിയാൽ ഇത് കിട്ടാൻ വലിയ പാടാണ്, ബുദ്ധിമുട്ടാണ്, നടക്കില്ല, അസാധ്യമാണ്. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യത്തെ വിശ്വസിക്കുന്നോ, അതോ ദൈവത്തിൻ്റെ ആലോചനകളെ വിശ്വസിക്കുന്നോ? ഒരു ദൂത് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കൈമാറാൻ പ്രിയരെ. സാഹചര്യത്തെ വിശ്വസിക്കരുത്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കണം. സാഹചര്യം എന്തുമാകണം, എന്തുവായിക്കോട്ടെ, സാഹചര്യത്തെ നോക്കി നമ്മൾ അധരം കൊണ്ട് വിശ്വാസം പറയണം. നമ്മൾ പറയണം, എൻ്റെ രോഗം എത്ര വലുതാണെങ്കിലും ഗിലിയാദിൽ ഞങ്ങൾക്കൊരു വൈദ്യനുണ്ട്, അവൻ ഞങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കും. നമ്മൾ പറയണം, നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ഭാവിയിൽ ഉയർത്തുവന്നു, അവരെ ഉറപ്പിക്കാമെന്ന് കർത്താവ് പറഞ്ഞ വാഗ്ദത്തമാണെങ്കിൽ, പെട്ടകം അരാറാത്തി ഉറയ്ക്കുന്ന പോലെ അവരെ ഉറപ്പിക്കാമെന്ന് ഞങ്ങൾ കേട്ട ദൈവശബ്ദമാണെങ്കിൽ, ആത്മാവിൽ അവരോട് പറയണം, സാഹചര്യം എന്തുമാകട്ടെ ഉറപ്പിക്കാന്ന് ദൈവം പറഞ്ഞാണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ഉറപ്പിക്കും. ഹല്ലേലൂയ. പട്ടണവാതിൽ തനിയെ തുറന്നു വരാമെന്ന് തമ്പുരാൻ പറഞ്ഞാണെങ്കിൽ രാജ്യങ്ങളുടെ വാതിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ തുറന്നു വരുമെന്ന് ആത്മാവിൽ പ്രിയപ്പെട്ടവർ പറയണം. സാഹചര്യത്തെ നോക്കി
അവസ്ഥകളെ നോക്കി, പ്രതിസന്ധികളെ നോക്കി, പോരാട്ടങ്ങളെ നോക്കി, പ്രശ്നങ്ങളെ നോക്കി വാ തുറന്ന് വിശ്വാസം പറയുന്ന ഒരാത്മീയ അധികാരം, ആത്മീയ പക്വത ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ പ്രാപിക്കാൻ തുടങ്ങണം. വിശ്വാസം പറയുക, സാഹചര്യത്തെ നോക്കി. മൈ ഗോഡ്, മരിച്ചു, 4 നാളായി നാറ്റം വെച്ചു. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിന് മുൻപോ അതിന് പിൻപോ അവിടെ ഒരു ഉയർപ്പ് നടന്നിട്ടില്ല. അതിന് പിൻപ് നടന്നു, അതിന് മുൻപ് നടന്നിട്ടില്ല. മരിച്ചു 4 നാളായി. യേശു കർത്താവ് വന്നപ്പം സഹോദരിമാർ പറയുന്നു, യേശുവേ വന്നത് താമസിച്ചു പോയി. യാഥാർത്ഥ്യ, മരിച്ചു, 4 നാളായി, നാറ്റം വെച്ചു, ഉയർപ്പാൻ ഒരു സാധ്യതയില്ല. സാധ്യതകൾ അസ്തമിച്ച യാഥാർത്ഥ്യം നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, ആ യാഥാർത്ഥ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ വിടുതൽ വ്യാപരിക്കാൻ പോവാണ്. വിശ്വസിച്ചു കൊള്ളുക. നശിച്ച് ഇനി മറുപടിയില്ല, ഇനി ഉയർച്ചയില്ല, ഇനി ഒരു നന്മ ഉണ്ടാകത്തില്ല, ഇനി ഒരു വഴി തുറക്കത്തില്ല. എല്ലാം അസ്തമിച്ചു പോയി. പ്രത്യാശകൾ സകലതും തീർന്നു പോയി. പ്രത്യാശയുടെ ഒരു കണിക പോലും ലൈഫിനകത്തില്ലാതിരിക്കുന്നവ, അത് നിങ്ങളുടെ യാഥാർത്ഥ്യമല്ലേ? പക്ഷെ ഞാൻ ഈ വചനം പറയുമ്പോൾ, ഈ മീറ്റിങ്ങിൽ നിങ്ങൾ കേൾക്കുമ്പോൾ, കൂടുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ യാഥാർത്ഥ്യങ്ങളുടെ മേൽ ഒരു ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോവാണ്. അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തോണം. യാഥാർത്ഥ്യം എന്തുമാകട്ടെ, 4 നാളായാലും അതിനെ ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു യേശു നമുക്ക് സ്വർഗത്തിൽ ഉള്ളതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ മാറുക, യാഥാർത്ഥ്യത്തെ വിടുക, കണ്ണുകൊണ്ട് കണ്ട യാഥാർത്ഥ്യത്തെ വിശ്വസിക്കാതിരിക്കുക, ദൈവത്തിൻ്റെ ആലോചനകളെ വിശ്വസിക്കുക. സ്തോത്രം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ അപകടം, ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ പ്രതിസന്ധി, യാഥാർത്ഥ്യം പറയുന്നവരധികം ഉണ്ട് എന്നതാ വിഷയം. അവർ പറയുന്നതൊക്കെ യാഥാർത്ഥ്യ, കറക്റ്റ് കാര്യമാണ് പറയുന്നത്, തെറ്റൊന്നുമല്ല. ആത്മലോകം മുഴുവൻ യാഥാർത്ഥ്യം പറയുന്നവരാണ്. തിരിപ്പ് അവരിപ്പോഴും യാഥാർത്ഥ്യത്തെയാണ് വിശ്വസിക്കുന്നത്. ഒരാത്മീകൻ യാഥാർത്ഥ്യത്തെ വിശ്വസിക്കരുത്, ഉടയതമ്പുരാനെ വിശ്വസിക്കണം. യാഥാർത്ഥ്യം എന്തുമായിക്കോട്ടെ, അതിനകത്തിരുന്നുകൊണ്ട് നമ്മൾ വാ കൊണ്ട് വിശ്വാസം പറയണം. 10 പേര് കണ്ണുകൊണ്ട് കണ്ട യാഥാർത്ഥ്യം പറയാൻ തുടങ്ങി. എന്താ യാഥാർത്ഥ്യം? യാഥാർത്ഥ്യമാണ് 13 അധ്യായത്തിൻ്റെ 33 വാക്യം പറഞ്ഞത്. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്കു തന്നെ ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. അതൊരു യാഥാർത്ഥ്യം പറഞ്ഞു. ഞങ്ങൾക്കും തോന്നി, അവർക്കും തോന്നി. വെള്ളം ചേർക്കാതെ കണ്ണുകൊണ്ട് കണ്ട യാഥാർത്ഥ്യം ദൈവത്തോട് വന്നു പറഞ്ഞപ്പം, തുടർന്ന് വായിക്കും, പിടികിട്ടും, ദൈവത്തിൻ്റെ ക്രോധം വർദ്ധിച്ചുവെന്ന് വായിക്കുന്നുണ്ട്. കണ്ണുകൊണ്ട് കണ്ട യാഥാർത്ഥ്യം ദൈവത്തോട് വന്നു പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം വർദ്ധിച്ചെന്ന്. സ്തോത്രം. അപ്പൊ ചോദ്യം, ദൈവമേ ഇവർ പറഞ്ഞത് തെറ്റൊന്നുമല്ലല്ലോ, ശരിയായ കാര്യമല്ലേ വന്ന് പറഞ്ഞേ? അവർ വെള്ളം ചേർക്കാതെ കറക്റ്റ് കാര്യം, കണ്ണുകൊണ്ട് കണ്ട കാര്യം ദൈവത്തോട് വന്നു പറഞ്ഞില്ലേ? അപ്പോഴെന്തിനാ ദൈവമേ അങ്ങയുടെ ക്രോധം വർദ്ധിക്കുന്ന എന്തിനാ? സ്തോത്രം. അവിടെയാ നമ്മുടെ ദൂതിൻ്റെ ഗൗരവമായ ഭാഗം കിടക്കുന്നേ. ഒരു ആത്മീയൻ സംസാരിക്കേണ്ടത് കണ്ണുകൊണ്ട് കാണുന്ന യാഥാർത്ഥ്യങ്ങളെ വെച്ചിട്ടല്ല. സ്തോത്രം. അതാ ഗൗരവം. എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം 10 പേര് പറഞ്ഞപ്പം ദൈവത്തിൻ്റെ കോപവും ദൈവത്തിൻ്റെ ക്രോധം വർദ്ധിക്കാൻ തുടങ്ങി. സ്തോത്രം. അഭിഷേകം പ്രാപിച്ചവർ, ശുശ്രൂഷ പ്രാപിച്ചവർ, കർത്താവ് വിളിച്ചിറക്കിയവർ, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവർ, ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്നവർ യാഥാർത്ഥ്യം പറയരുത്. യാഥാർത്ഥ്യങ്ങൾക്ക് നടുവിൽ നമ്മൾ വിശ്വാസം പറയാൻ തുടങ്ങണം. സ്തോത്രം. ആ വാക്കിന് ഇച്ചിരി ഗൗരവത്തിൽ പറഞ്ഞ് ഞാൻ കയറുകയാണ്. സ്തോത്രം. അതാണ് 14 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ പറഞ്ഞ വാക്ക് അതാണ്. സ്തോത്രം. ആ വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മളെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. എന്നിട്ടാണ് 9 വാക്യം പറഞ്ഞ്, യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രം അരുത്, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്,
അവർ നമുക്ക് ഇരയാകുന്നു. അവരുടെ ശരണം പോയിപ്പോയിരിക്കുന്നു. നമ്മോടുകൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടും. ഈ പറഞ്ഞത് രണ്ടുപേരാ, യോശുവയും കാലേബും എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് ദൈവഭക്തന്മാരാണ് ഈ വചനം പറഞ്ഞിരിക്കുന്നത്, ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത്. 10 പേര് യാഥാർത്ഥ്യം പറഞ്ഞ് നിൽക്കുമ്പം, യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞ് കണ്ണുകൊണ്ട് കണ്ട യാഥാർത്ഥ്യം അതുപോലെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ 2 പേര് വന്നിട്ട് പറയുന്നു ആ വാക്ക് ഇങ്ങനെയാണ്: ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ദൈവത്തെ പരീക്ഷിക്കരുത്, അവരുടെ ശരണം പോയിപ്പോയിരിക്കുന്നു. അവർക്ക് നമ്മളെ കണ്ടിട്ട് അവർക്ക് ഭയം തോന്നും എന്നൊക്കെ പറയുകയാണ്. ഈ പറഞ്ഞത് യോശുവയും കാലേബുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 10 പേര് യാഥാർത്ഥ്യം പറഞ്ഞപ്പം 2 പേര് അവരാരും പറയാത്തൊരു കാര്യം പറയാൻ തുടങ്ങുക. സ്തോത്രം. 10 പേര് യാഥാർത്ഥ്യം പറഞ്ഞു തുടങ്ങി, 2 പേര് മറ്റെന്തോ ഒരു കാര്യം പറയാൻ പോവാണ്. അവർ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്. ആ വാക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 8-ാം വാക്യത്തിന് ആദ്യ ഭാഗം യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു. പിന്നെ 9-ാം വാക്യത്തിന്റെ ലാസ്റ്റ് വാക്ക് സ്തോത്രം. ആ വാക്ക് ഇങ്ങനെയാണ്: യഹോവ നമ്മോട് കൂടെ ഉണ്ടെന്ന്. സ്തോത്രം. നമ്മോട് കൂടെ യഹോവ ഉള്ളത് കൊണ്ട്. അപ്പൊ എൻ്റെ ചോദ്യം, 10 പേരും കണ്ണുകൊണ്ട് കണ്ട യാഥാർത്ഥ്യം അതുപോലെ പറഞ്ഞു. 2 പേര് അനാക്യ മലന്മാരെ കണ്ടെന്നും പറഞ്ഞു. പക്ഷെ ഒരു പദം ചേർത്ത് പറഞ്ഞു. ആ പദം എന്താണെന്നറിയാമോ? ദൈവത്തെ പരീക്ഷിക്കരുത്, അവൻ നമ്മളിൽ പ്രസാദിക്കും, പിന്നെ യഹോവ നമ്മുടെ കൂടെയുണ്ട്. ഇത് വിശ്വാസം പറഞ്ഞതാണ്. അവിശ്വാസമാണ് യഹോവ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ നമ്മൾ വിശ്വാസം പറയാൻ തുടങ്ങണം. വ്യക്തം ചെയ്യും. ഞാനൊരു ദൂതാത്മാവി പറയാൻ പ്രിയരേ, യാഥാർത്ഥ്യങ്ങൾക്ക് നടുവിൽ, കണ്ണുകൊണ്ട് കാണുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് നടുവിൽ നിങ്ങൾ വാഗൊണ്ട് വിശ്വാസം പറയാൻ തുടങ്ങിയാൽ അതിവിദൂരമല്ലാതെ നമ്മൾ പറഞ്ഞ വിശ്വാസം നമ്മുടെ കരത്തിൽ ലഭ്യമാകാൻ പോവാണ്. വ്യക്തം ചെയ്യും. ഒന്നുകൂടെ ആ വാക്ക് ഞാൻ ആവർത്തിച്ചു പറയാം. വാഗൊണ്ട് വിശ്വാസം പറഞ്ഞാൽ, പറയുന്ന വിശ്വാസം നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെടും, നമ്മുടെ തലമുറയിൽ വെളിപ്പെടും, നമ്മുടെ സഭയിൽ വെളിപ്പെട്ട് വരും. നമ്മൾ പറഞ്ഞ വിശ്വാസം അതിവിദൂരമല്ലാതെ നമ്മളത് പ്രാപിക്കും, നമ്മളത് കാണും. സ്തോത്രം. യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ വഴി തുറക്കത്തില്ല. പ്രതിസന്ധികൾ വലുതായിരിക്കുമ്പോഴും അതിനു മുമ്പിൽ വിശ്വാസം വാഗൊണ്ട് പറയാൻ തുടങ്ങണം ദൈവമക്കൾ. രക്തം ചെയ്യും. വിശ്വാസം പറയാൻ പറ്റുമോ? വിശ്വാസം വാഗൊണ്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ? പറ്റും. വിശ്വാസം പറയാൻ പറ്റും. വിശ്വാസം പറയാൻ പറ്റും. നമ്മൾ രക്ഷിക്കപ്പെട്ടത്, ബൈബിൾ ഒരു വാക്യം പറയുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായികൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നുവെന്നാ വായിക്കുന്നത്. ഹൃദയത്തിൽ വിശ്വാസം, അവിശ്വാസം വായികൾ കൊണ്ട് ഏറ്റുപറയുക. രക്തം ചെയ്യും. അപ്പോൾ 2-3 ചോദ്യങ്ങൾ അവിടെ ഉദിക്കും. ദൈവം നമ്മുടെ പുറമേയാണ് നോക്കുന്നത് അതോ ഹൃദയമാണ് നോക്കുന്നത്? ഉത്തരം, ദൈവം നമ്മുടെ ഹൃദയമാണ് നോക്കുന്നത്. അപ്പം ചോദ്യം, ഹൃദയത്തിൽ വിശ്വസിച്ചാൽ ദൈവം കാണത്തില്ലേ? ഉത്തരം, ദൈവം കാണും. പിന്നെന്താ വാഗൊണ്ട് ഏറ്റുപറയാൻ പറഞ്ഞത്? അർത്ഥം, ഹൃദയത്തിലെ വിശ്വാസം നമ്മൾ വായികൾ കൊണ്ട് ഡിക്ലെയർ ചെയ്യുന്നതാണിത്. സ്തോത്രം. അപ്പൊ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യാം, വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യാം. അത് ഭയങ്കരമൊരു ആത്മീയ നിലവാരമാണ്. സ്തോത്രം. 2 തരത്തിൽ നമുക്ക് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാം. ഒന്ന്, കേൾക്കുന്നതും വായിക്കുന്നതും ദൈവദാസന്മാർ പറയുന്നതും ദൂതുകളും പ്രവചനങ്ങളും ആലോചനകളും നമുക്ക് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ടും പോകാം, വാകൾ കൊണ്ട് പറയുകയും ചെയ്യാം. സ്തോത്രം. ഞാൻ ആത്മാവിൽ പറയാം, വാഗൊണ്ട് പറഞ്ഞാൽ പ്രവൃത്തി ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കും. നിങ്ങളിരിക്കുന്ന റൂമോ വീടോ ഓഫീസോ വാഹനമോ എവിടെയുമായിരിക്കട്ടെ, നിങ്ങൾ ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് വാഗൊണ്ട് വിശ്വാസം പറയാൻ തുടങ്ങണം. വിശ്വസിക്കുക മാത്രമല്ല, ഒരു പ്രസംഗം കേൾക്കുക മാത്രമല്ല, ദൂതുകൾ കേൾക്കുക മാത്രമല്ല, എഴുതിയെടുക്കുക മാത്രമല്ല, കേട്ടതെല്ലാം വാഗൊണ്ട് പറയാൻ തുടങ്ങണം. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബത്തിൽ വഴി തുറക്കുമെന്നും, എൻ്റെ തലമുറയ്ക്ക് നന്മ ഉണ്ടാകുമെന്നും, എൻ്റെ കുടുംബത്തിൽ ഭാവി ഉണ്ടാകുമെന്നും,
വലിയ രോഗമുണ്ടായിരിക്കാം, പക്ഷെ അത് അഴിഞ്ഞു പോകുമെന്നും അധരം കൊണ്ട് വിശ്വാസം പറയുന്നവർ എഴുന്നേൽക്കാൻ തുടങ്ങണം. ആത്മലോകത്തിൽ ആവശ്യം വിശ്വാസം പറയുന്നവരെയാണ്. ദൈവസഭയ്ക്ക് ആവശ്യം വിശ്വാസം പറയുന്നവരെയാണ്. കുടുംബങ്ങൾക്ക് ആവശ്യം വിശ്വാസം പറയുന്നവരെയാണ്. സ്തോത്രം. വിശ്വസിക്കുന്നവരുമുണ്ട്, വിശ്വാസം പറയുന്നവരുമുണ്ട്. രക്തം ചെയ്യും. നിനക്ക് അസാധ്യമായി ഒന്നുമില്ലെന്നും സകലതും നിനക്ക് സാധ്യമാണെന്നും ഇതൊരു വിശ്വാസം പറഞ്ഞതല്ലേ? അതെ, അതെ. സ്തോത്രം. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവമക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ഹയർ ലെവലിലേക്ക് ആത്മാവിൽ നടന്നു കയറണം. ആ കയറി നിൽക്കുന്ന ലെവൽ വിശ്വാസം പറയുക എന്നൊരു ആത്മീയ നിലവാരമാണ്. ഞാൻ ഈ സന്ദേശം പറയുമ്പം ഈ കേൾക്കുന്നവരുടെ മേൽ അങ്ങൊരു വലിയ കൃപ വ്യാപരിക്കട്ടെ. വിശ്വസിക്കുക മാത്രമല്ല, വിശ്വാസം വാ കൊണ്ട് പറയുന്നവരായി തീരുവാൻ, വിശ്വാസം വാ കൊണ്ട് ഡിക്ലെയർ ചെയ്യുന്നവരായി തീരുവാൻ, വിശ്വാസം അധരം കൊണ്ട് പറഞ്ഞു തുടങ്ങുന്നവരായി തീരുവാൻ. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ നിങ്ങൾ ചിലതൊക്കെ കാണാൻ തുടങ്ങുകയാണ്. സ്തോത്രം. യോശുവയും കാലേബും അതുവരെ പറയാത്തൊരു വെളിപ്പാട്, അതുവരെ പറയാത്തൊരു ആലോചന, അതുവരെ പറയാത്തൊരു ദൂത്. ആ ദൂതാണ് യഹോവ നമ്മോട് കൂടെ ഉണ്ട്. 10 പേർക്ക് മനസ്സിലാകാത്തതും 10 പേർക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുമായ കാര്യം 2 പേരായ യോശുവയും കാലേബും പറഞ്ഞു, നമ്മുടെ കൂടെ യഹോവയുണ്ട്, നമ്മുടെ കൂടെ യഹോവയുണ്ട്. ശത്രുക്കളെ കണ്ട് നീ ഭയപ്പെടേണ്ട. നമ്മുടെ കുടുംബത്തെ മുക്കിക്കളയത്തക്ക നിലവാരത്തിൽ, നമ്മുടെ ബിസിനസ്സിനെ ഉടച്ചു കളയത്തക്ക നിലവാരത്തിൽ, നമ്മുടെ ഭാവിയെ തകർത്ത് കളയത്തക്ക നിലവാരത്തിൽ 1000 പ്രതിസന്ധികൾ ഉയർന്നു വന്നാലും നിങ്ങൾക്ക് ഉറച്ചു നിൽപ്പാൻ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയുന്നു. പ്രശ്നത്തെ കണ്ട് ഭയപ്പെടരുത്, പോരാട്ടത്തെ കണ്ട് ഭയപ്പെടരുത്, രോഗത്തെ കണ്ട് ഭയപ്പെടരുത്, സാഹചര്യത്തെ കണ്ട് ഭയപ്പെടരുത്. യഹോവ നമ്മോട് കൂടെ ഉണ്ട്. സ്തോത്രം. രക്തം ചയം. ഭയപ്പെടരുത്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഭയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സന്ദേശത്താൽ അവരുടെ ഭയങ്ങൾ വിട്ടുമാറട്ടെ. ആ രോഗത്തിൽ ഭയപ്പെട്ടവർ, ആ ജോലി കാര്യത്തിൽ ഭയപ്പെട്ടവർ, എൻ്റെ ഭാവി എങ്ങനെ നടക്കുമോ എന്നോർത്ത് ഭയപ്പെട്ടവർ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അലട്ടുന്ന, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ഭയങ്ങളും തമ്പുരാൻ ഇന്ന് ഈ സമയത്ത് അഴിച്ചു മാറ്റട്ടെ. യേശുവിൻ നാമത്തിൽ ഭയമാറുവാൻ ഒരൊറ്റ മാർഗം, യേശു നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു ബോധ്യം നമ്മുടെ അകത്തങ്ങ് വന്നു കയറണം. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 13 അധ്യായത്തിൽ അവിശ്വാസം പറഞ്ഞ, യാഥാർത്ഥ്യം പറഞ്ഞ 10 പേരും 14 അധ്യായത്തിൽ വിശ്വാസം പറഞ്ഞ 2 പേരും ഉണ്ട്. സ്തോത്രം. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, യാഥാർത്ഥ്യം പറഞ്ഞവരെ നിങ്ങൾക്ക് ആർക്കേലും അറിയാവോ? എനിക്കറിയില്ല. ഇങ്ങനെ വായിച്ചു നോക്കുമ്പം കാണാനല്ലാതെ ഇത്ര മെമ്മറിക്കകത്ത് ഫീഡാകില്ല. പക്ഷെ വിശ്വാസം പറഞ്ഞ 2 പേരല്ലേ യോശുവയും കാലേബും? നമുക്കെങ്ങനെ അവരെ മാത്രം അറിയാൻ പറ്റിയത്? സ്തോത്രം. ഈ 12 പേരും ഒരുമിച്ച് കനാനിൽ പോകുന്നു. 12 പേരും ആ നാട്ടിൽ ഒരുമിച്ച് പാർക്കുന്നു, ഒരുമിച്ച് ആ ദേശം ചുറ്റിക്കാണുന്നു, ഒരുമിച്ച് തിരിച്ചു വരുന്നു, ജനം അവരെ സ്വീകരിക്കുന്നു. ഇതെല്ലാം ഒരുമിച്ച് തന്നെയാണ് നടന്നത്. പക്ഷെ നമുക്കറിയാവുന്നത് 2 പേരെ മാത്രം. പേര് യോശുവയും കാലേബും. 10 പേരെ അറിയത്തേ ഇല്ല. അതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റി ഈ 2 പേരെ? സ്തോത്രം. അതെന്താണെന്നറിയാമോ? അവിടെ മുതൽ ഈ 2 പേരുടെ പേര് ബൈബിളിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. പലയിടത്തും അവരുടെ പേര് ആത്മാവ് എഴുതി ചേർത്തു. പല പ്രോഗ്രാമുകൾക്കകത്തും അവരുടെ പേരുണ്ടായി. അല്ലെങ്കിൽ അവരെ വെച്ച് ചില പ്രോഗ്രാം ദൈവം സെറ്റ് ചെയ്തു. ദൈവത്തിൻ്റെ ചില കാര്യപരിപാടികൾക്കകത്ത് അവർ മുഖ്യ പങ്കുവഹിച്ചു. സ്തോത്രം. അവരെ കർത്താവ് ആയുധം പോലെ ഉപയോഗിക്കാൻ തുടങ്ങി. അവിടെ മുതൽ യാഥാർത്ഥ്യം പറഞ്ഞവർ അവിടം കൊണ്ട് തീർന്നപ്പം
വിശ്വാസം പറഞ്ഞവരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഉപയോഗിക്കപ്പെടുവാൻ കൊതിയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ സന്ദേശം കൈമാറുക. വിശ്വാസം പറയാൻ തുടങ്ങിയാൽ, വിശ്വാസത്തെ മാത്രം സംസാരിക്കാൻ തുടങ്ങിയാൽ ദൈവം നിങ്ങളെ ആയുധമാക്കി ഉപയോഗിക്കാൻ പോവാണ്. യാഥാർത്ഥ്യം പറഞ്ഞവർ അവിടം കൊണ്ട് അവസാനിച്ചപ്പം വിശ്വാസം പറഞ്ഞവർക്ക് വേണ്ടി ചില പ്രോഗ്രാം കർത്താവ് സെറ്റ് ചെയ്തതുപോലെ, വിശ്വാസം പറഞ്ഞവർക്ക് വേണ്ടി ചില കാര്യപരിപാടികൾ കർത്താവ് ഒരുക്കിയതുപോലെ, വിശ്വാസം പറഞ്ഞവർക്ക് ചില പ്ലാറ്റ്ഫോമുകൾ കർത്താവ് ഒരുക്കിയതുപോലെ, യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസം പറയാൻ തുടങ്ങിയാൽ നിനക്ക് വേണ്ടി തന്നെ ചില പ്രോഗ്രാമുകൾ കർത്താവ് സെറ്റ് ചെയ്യും. നിനക്ക് വേണ്ടി തന്നെ ചില പരിപാടികൾ എൻ്റെ കർത്താവ് ഒരുക്കാൻ പോവാണ്. ഹല്ലേലൂയ. നിന്നെ പുറത്തെടുക്കത്തക്ക നിലവാരത്തിലുള്ള ചില കാര്യങ്ങൾ കർത്താവ് എടുക്കാൻ പോവാണ്. നിന്നെ ഒരു ആയുധമാക്കി എൻ്റെ സ്വർഗം ഉപയോഗിക്കാൻ പോവാണ്. അവിശ്വാസം പറയുന്നവരെയും യാഥാർത്ഥ്യം പറയുന്നവരെയും ദൈവത്തിന് ഇവിടെ ആവശ്യമില്ലെന്നേ, വിശ്വാസം പറയുന്നവരെ എൻ്റെ കർത്താവ് ഉപയോഗിക്കാൻ പോവാണ്. സ്തോത്രം. ഹല്ലേലൂയ. യാഥാർത്ഥ്യം പറയുന്നവരെ ദൈവത്തിന് ഇവിടെ ആവശ്യമില്ല. സ്തോത്രം. വിശ്വാസത്തിൽ വന്നല്ലോ, കർത്താവിൻ്റെ കൃപയിൽ വന്നല്ലോ, തമ്പുരാൻ്റെ കൂടെ ആണല്ലോ, പിന്നെ യാഥാർത്ഥ്യം പറയരുത്, വിശ്വാസം പറയണം. രക്തം ചെയ്യും. അവർക്ക് വന്ന രോഗം എനിക്കും വന്നു. അവർ കഴിക്കുന്ന മെഡിസിൻ 500 മെഡിസിനാണ്, ഞാൻ കഴിക്കുന്ന മെഡിസിൻ 1000 മെഡിസിനാണ്. അതുകൊണ്ട് എൻ്റെ രോഗം പോകത്തില്ല. അവർക്ക് വന്ന അതേ പ്രശ്നം എൻ്റെ കുടുംബത്തിൽ വന്നു. അവർ തകർന്നു പോയി, ഞാനും തകർന്നു പോകും. അവരുടെ ബിസിനസ്സിൽ വന്ന അതേ പ്രോബ്ലം എൻ്റെ ബിസിനസ്സിൽ വരുന്നുണ്ട്. അവരുടെ ബിസിനസ് ഉടഞ്ഞു പോയതുകൊണ്ട് എൻ്റെ ബിസിനസ് ഉടഞ്ഞു പോകും. ഇതൊക്കെ യാഥാർത്ഥ്യ. വിശ്വസിക്കരുത്, 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 വിശ്വസിക്കരുത്. ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചോണം, ദൈവത്തിൻ്റെ ആലോചനകളെ വിശ്വസിച്ചോണം. യാഥാർത്ഥ്യങ്ങളെ മാറ്റാൻ, സാഹചര്യത്തെ മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന്. സ്തോത്രം. ഇത് പറയുമ്പോൾ ഒരു ദൂതൻ എൻ്റെ അകത്തേക്ക് ഒരു വചനം പറയട്ടെ. താഴ്വരയിൽ കുഴിവെട്ടുക, കാറ്റ് കാണില്ല, മഴ കാണില്ല, എങ്കിലും അതിന് നിറയും. എന്താ യാഥാർത്ഥ്യം? മഴ പെയ്യാതെ നിറയില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. കാറ്റ് വേണം, മഴ വേണം, കാർമേഘം വേണം. മഴ പെയ്യാൻ സാഹചര്യം ഉണ്ടേ മാത്രം കുഴിവെട്ടിയാൽ മതി. അത് യാഥാർത്ഥ്യ. സ്തോത്രം. ഇത് യാഥാർത്ഥ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാഹചര്യത്തെ മാറ്റാനും അവസ്ഥകളെ മാറ്റാനും കാലാവസ്ഥകളെ മാറ്റാനും കഴിയുന്ന ദൈവമുണ്ട്. യാഥാർത്ഥ്യത്താൽ വിശ്വസിക്കരുത്, ദൈവത്തിൻ്റെ മഹാപ്രവൃത്തികളെ വിശ്വസിക്കണം. ഒന്നുകൂടെ ആ വാക്ക് പറയാം. എന്താ ഇവിടുത്തെ ബേസിക് പ്രശ്നം എന്നറിയോ? നടത്തിയ ദൈവത്തിൻ്റെ വലിപ്പമറിയാത്തവരാണ് ഇവരെല്ലാവരും. അതായത് പ്രശ്നം. 10 പേരെന്തുകൊണ്ടാണ് യാഥാർത്ഥ്യം പറഞ്ഞറിയാമോ? യാഥാർത്ഥ്യം പറഞ്ഞ കാര്യം, ദൈവത്തിന് അനാക്കിയ മല്ലന്മാരെ തോൽപ്പിക്കാൻ പറ്റുമോന്നൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അമോന്യരെയും ശത്രുക്കളെയും പാളയമടിച്ചിരിക്കുന്ന വലിയ ശക്തികളെയും കർത്താവ് നമുക്ക് വേണ്ടി തോൽപ്പിക്കുമെന്ന് വലിയ വിശ്വാസമൊന്നും എനിക്കില്ല. അതുകൊണ്ടല്ലേ അവർ കണ്ടുകൊണ്ട് കണ്ട യാഥാർത്ഥ്യം പറഞ്ഞേ. 2 പേർക്കറിയാം നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, ദൈവം അതിശയങ്ങളുടെ ദൈവമാണ്, അവൻ വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാണ്, ശത്രുവിനെ തോൽപ്പിക്കാൻ കരുത്തുള്ള കർത്താവാണ്. യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ ദൈവം അത്ഭുതവാനായ ദൈവമാണ്. അത് നമ്മൾ വിശ്വസിക്കണം. അവിശ്വാസമാണ് നമ്മളെ മുൻപോട്ട് ഓടാൻ പ്രേരിപ്പിക്കുന്നത്. ഈ 10 പേർക്ക് നടത്തിയ ദൈവത്തിൻ്റെ വലിപ്പമോ, നടത്തിയ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയോ, നടത്തിയ ദൈവത്തിൻ്റെ കരമോ, ദൈവം തുറന്ന വഴികളോ ഒക്കെ മറന്നുപോയ ഒരു തലമുറ. സ്തോത്രം. പക്ഷെ 2 പേര് പറയുന്നു, നമ്മുടെ ദൈവം അത്ഭുതം ചെയ്യാൻ വിശ്വസ്തനാണ്. എങ്ങനെ അത്ഭുതം ചെയ്യും? യഹോവ നമ്മുടെ കൂടെയുണ്ട്. യഹോവ നമ്മോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ യാഥാർത്ഥ്യത്തെ വിശ്വസിക്കത്തില്ല.
സ്തോത്രം. യഹോവ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യത്തെ വിശ്വസിക്കത്തില്ല. യഹോവ നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഈ കാണുന്ന സകല യാഥാർത്ഥ്യത്തെയും നമ്മൾ വിശ്വസിക്കുമായിരുന്നു. സ്തോത്രം. എന്തുകൊണ്ടാ സഹോദര, എന്തുകൊണ്ടാ സഹോദരി, എന്തുകൊണ്ടാ പാസ്റ്ററെ നിങ്ങൾ യാഥാർത്ഥ്യത്തെ വിശ്വസിക്കാത്തെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ: ഞങ്ങളുടെ കൂടെ കർത്താവ് ഉള്ളത് കൊണ്ടാ ഞങ്ങൾ ഈ കാണുന്ന യാഥാർത്ഥ്യത്തെ ഒന്നും വിശ്വസിക്കാത്തത്. പോരാട്ടം ഉണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും, കടഭാരം ഉണ്ടാകും, ഞെരുക്കം ഉണ്ടാകും. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ ഞങ്ങൾക്കറിയാം അത്ഭുതം ചെയ്യുന്നൊരു കർത്താവ് ഞങ്ങൾക്കുണ്ട്. അതിശയം ചെയ്യുന്നൊരു കർത്താവ് ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. വഴി തുറക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. മാറായ മധുരമാക്കുന്ന ദൈവമുണ്ട്. മരുഭൂമിയിൽ മഞ്ഞ കൊടുക്കുന്ന ദൈവമുണ്ട്. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ യാഥാർത്ഥ്യത്തെ വിശ്വസിക്കത്തില്ല. ഞങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ടെന്ന് സ്തോത്രം. രക്തം ചെയ്യും. യഹോവ നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. യഹോവ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് അവൻ അത്ഭുതങ്ങൾ ചെയ്യും. യോശുവയുടെ പുസ്തകത്തിൽ യോശുവയുടെ ദൈവം തമ്മിൽ പറഞ്ഞ വാക്കാണ്: യോശുവ, നീ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും എന്ന് ഇസ്രായേലിൽ എല്ലാം അറിയേണ്ടതിന് അവർ കാൺകെ ഞാൻ നിന്നെ വലിയവനാക്കും. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറഞ്ഞ ദൈവിക ശബ്ദമാണ് ഞാൻ ഈ പറഞ്ഞു വിട്ടത്. യോശുവ, നീ ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. എന്തുകൊണ്ടാണ് യോശുവ ഭയപ്പെട്ടത്? ഭയപ്പെട്ടത് എന്താണ്? ഭയപ്പെടാൻ കാരണം തൻ്റെ മുമ്പിൽ ഒഴുകിപ്പോകുന്നൊരു യോർദാൻ തന്നെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അതെന്താ യോശുവ, യോർദാനെ കണ്ടപ്പോൾ താങ്കൾ ഇത്ര ഭയപ്പെടുന്ന കാര്യം എന്താ? കാര്യം ശുശ്രൂഷിച്ച എക്സ്പീരിയൻസ് ഇല്ല. ശുശ്രൂഷിച്ച പരിചയങ്ങളോ തഴക്കമോ പഴക്കമോ ഇല്ല. അതുകൊണ്ട് സാഹചര്യത്തെ കാണുമ്പോൾ ഒരു ഭയം ഉണ്ടാകും. കാര്യം ആർക്ക് മുമ്പിലും വഴിമാറാത്തൊരു വിഷയമാണ് മുമ്പിൽ കൂടി ഒഴുകിപ്പോകുന്നത്. ഈ യാഥാർത്ഥ്യത്തെ കാണുമ്പം അറിയാതൊരു ഭയം യോശുവയുടെ അകത്തോട്ട് വന്നു കയറി. സ്തോത്രം. യാഥാർത്ഥ്യം. അപ്പോൾ യോശുവയുടെ ദൈവം പറയാം: മോനെ, ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. നിന്റെ മുമ്പിൽ ഒഴുകി കിടക്കുന്ന യാഥാർത്ഥ്യം എന്ന യോർദാൻ ഞാൻ നിന്റെ കൂടെ ഇരിക്കുമ്പം വഴിമാറാൻ പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ. യഹോവ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നിന്റെ കുടുംബത്തെ മുടിച്ചു കളയാൻ, നിന്റെ തലമുറകളെ ഇല്ലാതാക്കാൻ, നമ്മുടെ വഴികളെ അടച്ചു കളയാൻ, നമ്മുടെ ഭാവി ഇല്ലാതാക്കാൻ വന്നു കയറിയ സകല പ്രതിസന്ധികളെയും യഹോവ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് അതിനെ ആഴിക്കാൻ പോവാണ്. ആ വിഷയത്തിൽ കൂടി ഒരു പുതിയ വഴി എൻ്റെ ദൈവം തുറന്നു തരാൻ പോവാണ്. ആ പോരാട്ടത്തിൽ കൂടി ഒരു പുതിയ വഴി എൻ്റെ ദൈവം തുറന്നു തരാൻ പോവാണ്. ആ രോഗത്തിൽ കൂടി ഒരു വലിയ സൗഖ്യം അവൻ ചെയ്യാൻ പോവാണ്. സ്തോത്രം. രക്തം ചെയ്യും. യാഥാർത്ഥ്യമെന്ന യോർദാൻ വിശ്വസിക്കരുത്. കൂടെയുണ്ട് യഹോവയെന്ന് ഉറപ്പകത്തു വരണം. അപ്പോഴാ നമുക്ക് ധൈര്യമുണ്ടാകുന്ന, ഭയം വിട്ടുമാറുന്നേ. സ്തോത്രം. എങ്ങനെയാ നമുക്ക് ഭയം ഉണ്ടാകുന്നറിയാമോ? യാഥാർത്ഥ്യം കാണുമ്പോൾ, യാഥാർത്ഥ്യത്തെ കണ്ടിട്ട്, യാഥാർത്ഥ്യത്തെ മാത്രം വിശ്വസിച്ച് നമ്മൾ നിൽക്കുമ്പോൾ അറിയാതെ ഭയം ഉണ്ടാകും പ്രിയരെ. സ്തോത്രം. ഭയം മാറണമെങ്കിൽ യാഥാർത്ഥ്യങ്ങൾക്ക് നടുവിൽ എൻ്റെ കൂടെ കർത്താവുണ്ടെന്നൊരു വിശ്വാസം വന്നാൽ നിന്നെ അലട്ടുന്ന ഭയം അഴിയും. രക്തം ചെയ്യും. രക്തം ചെയ്യും. ഞാൻ ഈ ദൂത് പറയുമ്പോൾ എൻ്റെ അകത്തൊരു ആത്മീയ പ്രേരണ വരുന്നു. ഭാവി ഓർത്ത്, ഭാവി വിഷയത്തെ ഓർത്ത്, സമയമായിട്ടും ഭാവി നടക്കാത്തവർ, ഭാവി നീണ്ടുപോയവർ, നടക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഇതുവരെ ഭാവി വിഷയത്തിൽ ഒരു വഴി തുറക്കാതെ ഭയപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ ദൂത് പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ ഭയങ്ങൾ എന്നേക്കുമായി അഴിഞ്ഞു മാറാൻ പോവാണ്. ആ നിരാശകൾ എന്നേക്കും അഴിഞ്ഞു മാറാൻ പോവാണ്. എൻ്റെ സഹോദര സഹോദരി, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. യാഥാർത്ഥ്യങ്ങൾ മാറും. കാരണം യഹോവ നിൻ്റെ കൂടെയുണ്ട്. നീ ആരാധിക്കുന്ന ദൈവം, നീ വിശ്വസിക്കുന്ന ദൈവം, നീ സേവിക്കുന്ന ദൈവം നിൻ്റെ കൂടെയുള്ളത് കൊണ്ട് യാഥാർത്ഥ്യങ്ങൾ മാറുമെന്ന് യേശുവിൻ നാമത്തിൽ.
രക്തം ജയം, രക്തം ജയം, രക്തം ജയം. യാഥാർത്ഥ്യത്തെ നോക്കരുത്, ദൈവത്തെ നോക്കുക. സ്തോത്രം, സ്തോത്രം. ഇവിടെ പറഞ്ഞ വാക്ക് കേട്ടോ, യോശുവോട് പറഞ്ഞ വാക്ക്, യോശുവ, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടി ഇരിക്കും. അപ്പം മോശയോട് കൂടെ കർത്താവ് ഇരിക്കുക മാത്രമാണ് ചെയ്തത്? അല്ല, അവനോട് കൂടെ ഇരുന്നപ്പോൾ അത്ഭുതങ്ങൾ ചെയ്തു ദൈവം. സ്തോത്രം. കൊട്ടാരം മുതൽ മോശയുടെ അന്ത്യശ്വാസം വലിക്കുന്ന വരെ മോശയോട് കൂടെ യഹോവ ഇരുന്നു. ആഭിചാരകന്മാർക്ക് മുമ്പിൽ വടി പാമ്പായി തീർന്നു. മോശ ഇട്ട വടി പാമ്പ് തൻ്റെ വടി ആഭിചാരങ്ങളുടെ പാമ്പുകളെ വിഴുങ്ങി. ഇങ്ങോട്ട് വായിക്കുമ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളുടെ ഘോഷയാത്രയല്ലേ? എങ്ങനാ പ്രിയരെ അത്ഭുതങ്ങൾ നടക്കുന്നേ? യഹോവ കൂടെ ഇരുന്നാൽ. യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറിച്ചിട്ടുകൊള്ളുക, നമ്മുടെ ലൈഫിൽ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. അത്ഭുതങ്ങൾ പ്രാപിപ്പാൻ നിങ്ങൾ പരക്കം പായണ്ട. തമ്പുരാന്റെ അടുക്കൽ ഇരുന്നാ മതി, തമ്പുരാന്റെ കൂടെ ഇരുന്നാ മതി, നമ്മോടുകൂടെ കർത്താവ് ഇരുന്നാ മതി. അത്ഭുതങ്ങൾ നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. ചെങ്കടൽ വഴിമാറി, മരുഭൂമിയുടെ കാഠിന്യതയിൽ നടന്നുപോയി. അങ്ങനെ എണ്ണിപ്പറയാൻ തുടങ്ങിയാൽ ആയിരം അത്ഭുതങ്ങളല്ലേ പ്രിയപ്പെട്ടവരെ? ആയിരം അതിശയങ്ങൾ നടന്നില്ലേ? ചോദിക്കും, മോശേ, നിങ്ങളുടെ കായികമിടുക്ക് കൊണ്ടാണോ അത്ഭുതങ്ങൾ നടന്നത്? നിങ്ങളുടെ കഴിവ് കൊണ്ടാണോ അത്ഭുതങ്ങൾ നടന്നത്? നിങ്ങളുടെ വടിയുടെ മിടുക്ക് കൊണ്ടാണോ അത്ഭുതങ്ങൾ നടന്നത്? മോശ ഉറക്കെ പറയും, എൻ്റെ കായിക ബലമോ മിസ്രൈമിന്ന് പഠിച്ച അഭ്യാസങ്ങളോ തഴക്കമോ പഴക്കമോ അല്ല ഇവിടെ അത്ഭുതം നടന്നത് യഹോവ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, യഹോവ നമ്മുടെ കൂടെ ഇരുന്നാൽ, യഹോവ നമ്മുടെ കൂടെ നടന്നാൽ, യഹോവയുടെ കൂടെ പാർക്കാൻ തുടങ്ങിയാൽ, യഹോവയെ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ലൈഫിൽ അതിശയകരമായ അത്ഭുതങ്ങൾ വെളിപ്പെടാൻ പോവാണ്. നിങ്ങൾക്കും അതിശയം തോന്നും, ഇതെങ്ങനെ നടന്നെന്ന്, ഈ വഴി എങ്ങനെ തുറന്നെന്ന്, ഈ രോഗം എങ്ങനെ മാറിയെന്ന്. അങ്ങനെ നിങ്ങൾ വിചാരിക്കുമാറ് തോന്നുമാറ് നിങ്ങളുടെ ലൈഫിൽ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരു യഹോവ നമുക്കുണ്ട്. അവൻ നമ്മുടെ കൂടെ ഇരിക്കുമെന്ന്. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ എനിക്കൊരു ആത്മീയ സന്തോഷം അകത്തു വ്യാപരിക്കുക കേട്ടോ. ഈ ദൂത് നിങ്ങളോട് പറയുമ്പോൾ എനിക്കൊരു ഭയങ്കര ആനന്ദം അകത്തു വ്യാപരിക്കുകയാണ്. യഹോവ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് അത്ഭുതങ്ങൾ വെളിപ്പെടും, അത്ഭുതങ്ങൾ വെളിപ്പെടും, അത്ഭുതങ്ങൾ വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നോ, അവൻ്റെ പാദപീഠത്തിൽ ഇരുന്നോ, അവിശ്വാസം പറയാതെ, യാഥാർത്ഥ്യം പറയാതെ, കണ്ണുകൊണ്ട് കാണുന്ന യാഥാർത്ഥ്യം പറയാതെ തമ്പുരാൻ്റെ പാദപീഠത്തിൽ ഇരുന്നോന്നേ, നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്തിരിക്കും. സ്തോത്രം. യഹോവ നമ്മുടെ കൂടെ ഇരിക്കണം. യഹോവ നമ്മുടെ കൂടെ ഇരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? 2-3 കാര്യങ്ങൾ ചെയ്യാതിരിക്കണം നമ്മുടെ കൂടെ കർത്താവ് ഇരിക്കാൻ വേണ്ടി. അങ്ങനെ അങ്ങ് പറയാം. യഹോവ നമ്മുടെ കൂടെ ഇരിക്കാൻ 2-3 കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മതി. എന്താ ചെയ്യാതിരിക്കേണ്ടത്? 1, 9-ാം വാക്യത്തിൽ പറയുന്നു, സ്തോത്രം, മത്സരിക്കരുത്. മത്സരം ഉണ്ടാകരുത്. ഇതൊരു വലിയ പ്രശ്നമായി. ഇസ്രായേൽ ജനത്തിനിടയിൽ മത്സരം ഉണ്ടായിരുന്നു. ദൈവത്തോട് മത്സരിക്കുക, മനുഷ്യരോടല്ല, ദൈവത്തോടങ്ങ് മല്ലി പിടിക്കുക, ദൈവത്തോടങ്ങ് പിണങ്ങുക, ദൈവത്തോടങ്ങ് പരാതി പറയുക. കൂടെ ഇരിക്കണമെങ്കിൽ മത്സരിക്കാതിരിക്കണം. 2, യാഥാർത്ഥ്യങ്ങളെ വിശ്വസിക്കാതിരിക്കണം. ഇത് രണ്ടും ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾ കുറിച്ചിട്ടു, ദൈവം നമ്മുടെ കൂടെ ഇരുന്നിരിക്കും. സ്റ്റോപ്പ്. ഈ അത്ഭുതം കണ്ടവരൊക്കെ നിങ്ങൾ ബൈബിൾ നോക്കണം. അത്ഭുതം പ്രാപിച്ചവരൊക്കെ ബൈബിൾ തപ്പിയെടുത്തോണം. അവരൊന്നും യാഥാർത്ഥ്യത്തെ വിശ്വസിക്കുന്നവരേ അല്ല. നടക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പൊട്ടക്കുഴി ഒരു യാഥാർത്ഥ്യമാണ്, കാരാഗ്രഹം ഒരു യാഥാർത്ഥ്യമാണ്, അടിമച്ചന്ത ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ കേട്ട ശബ്ദം എന്താ? കേട്ട ശബ്ദം മന്ത്രിയാകുമെന്ന്.
അപ്പൊ എൻ്റെ ചോദ്യം, പൊട്ടക്കുഴി വിശ്വസിക്കണോ, കാരാഗ്രഹം വിശ്വസിക്കണോ, അടിമച്ചന്ത വിശ്വസിക്കണോ, എടുത്തിട്ട ചേട്ടന്മാരെ വിശ്വസിക്കണോ, സ്തോത്രം, കേട്ട ദൂതിനെ വിശ്വസിക്കണോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെ, യാഥാർത്ഥ്യത്തെ വിശ്വസിക്കരുത്, ദൈവത്തിൻ്റെ വാക്കുകളെ വിശ്വസിക്കുക. ഇത് ചെയ്യാൻ തുടങ്ങിയാൽ യഹോവ നമ്മുടെ കൂടെ ഇരിക്കും. രക്തം ചെയ്യും. നിങ്ങൾ എണ്ണിപ്പറയാൻ തുടങ്ങിയാൽ ബൈബിൾ ഒത്തിരി പേർ ഉപയോഗിക്കപ്പെട്ടവരും ഉയർത്തപ്പെട്ടവരും അത്ഭുതം കണ്ടവരുമെല്ലാം ആരും യാഥാർത്ഥ്യത്തെ വിശ്വസിക്കുന്നവരേ അല്ല. സ്തോത്രം. പക്ഷെ നമ്മുടെ കാലഘട്ടം ആയപ്പോൾ നമുക്ക് യാഥാർത്ഥ്യമാണ് വലിയ കാര്യം. യാഥാർത്ഥ്യത്തെ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ, വചനത്തെ കുറച്ച് വിശ്വസിക്കും. സ്തോത്രം. ദൂതുകളെ കുറച്ച് വിശ്വസിക്കും, തമ്പുരാൻ പറയുന്ന വാക്കുകളെ കുറച്ച് വിശ്വസിക്കും, യാഥാർത്ഥ്യത്തെ ഒത്തിരി വിശ്വസിക്കും. യഹോവ കൂടെ ഇരിക്കണമെങ്കിൽ യാഥാർത്ഥ്യത്തെ വിശ്വസിക്കരുത്. തമ്പുരാൻ്റെ വാക്കുകളെ, തമ്പുരാൻ്റെ വചനത്തെ, തമ്പുരാൻ്റെ ആലോചനകളെ, തമ്പുരാൻ്റെ ദൂതുകളെ, തമ്പുരാൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുക. യഹോവ നമ്മുടെ കൂടെ ഇരിക്കും. യഹോവ നമ്മുടെ കൂടെ ഇരിക്കും. യഹോവ നമ്മുടെ കൂടെ ഇരിക്കും. നിങ്ങൾ കേൾക്കുക, ബൈബിൾ മുഴുവൻ തമ്പുരാൻ ഒത്തിരി പേരോട് കൂടെ ഇരുന്നു. കാരാഗ്രഹത്തിൽ അകപ്പെട്ട മനുഷ്യൻ, എവിടെയോ ഞാൻ വായിച്ചപ്പോൾ 1.5 വർഷം എന്നൊരു വാക്ക് ഞാൻ കണ്ടു. 1.5 വർഷത്തോളം ഒരു മനുഷ്യൻ കാരാഗ്രഹത്തിൻ്റെ ഇരുട്ടുമുറിക്കകത്ത് അടയ്ക്കപ്പെട്ടു പോയി. പക്ഷെ ബൈബിൾ പറയുന്ന വാക്ക്, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. വഴി അടഞ്ഞ സകലതും പ്രതിസന്ധിയായി. വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ, മുറിക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ, ചിരിക്കാൻ കഴിയാതെ, സന്തോഷിക്കാൻ കഴിയാതെ, ഒന്നാനന്ദിക്കാൻ കഴിയാതെ, ഒരു കൂട്ടം യാഥാർത്ഥ്യങ്ങൾ എന്ന കാരാഗ്രഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണെങ്കിലും യഹോവ നമ്മുടെ കൂടെയുണ്ട്. ആ യാഥാർത്ഥ്യം മാറും. നമ്മളെ ഒരു പർവ്വതത്തിൽ കർത്ത ഉയർത്താൻ പോവാണ്, യേശുവിൻ്റെ നാമത്തിൽ. ആ വാക്യം ഒന്നുകൂടെ പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കാം. 14-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവയോട് നിങ്ങൾ മത്സരിക്കരുത്, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്കിരയാകുന്നു, അവരുടെ ശരണം പോയിരിക്കുന്നു. നമ്മോട് കൂടെ യഹോവ ഉണ്ട്. യഹോവ നമ്മുടെ കൂടെ ഉണ്ടതുകൊണ്ട് നമ്മുടെ ലൈഫിൽ അത്ഭുതം വെളിപ്പെടും. യാഥാർത്ഥ്യത്തെ വിശ്വസിക്കരുത്. ദൈവത്തിൻ്റെ വാക്കുകളെ, ദൈവത്തിൻ്റെ ആലോചനകളെ, ദൈവത്തിൻ്റെ ദൂതുകളെ വിശ്വസിക്കുക. അനാക്യമല്ലന്മാരുണ്ടെങ്കിലും വിശ്വസിക്കുക. യഹോവ നമ്മുടെ കൂടെയുണ്ട്. അവൻ നമുക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവാണ്. ഈ ദൂതുകൾ വിശ്വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ, അനാക്യമല്ലന്മാർ എന്നൊരു യാഥാർത്ഥ്യം കനാനിൽ ഉണ്ടായിരുന്നു. 10 പേര് യാഥാർത്ഥ്യത്തെ വിശ്വസിച്ചപ്പം 2 പേര് യഹോവ കൂടെ ഉണ്ട് എന്നൊരു ഉറപ്പ് പ്രാപിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എന്തെല്ലാം യാഥാർത്ഥ്യം കൊണ്ടപ്പാ, കണ്ണുകൊണ്ട് കാണുന്ന യാഥാർത്ഥ്യങ്ങൾ, ചെവി കൊണ്ട് കേൾക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, രോഗമെന്ന യാഥാർത്ഥ്യം, കടഭാരമെന്ന യാഥാർത്ഥ്യം, തലമുറ വിഷയമെന്ന യാഥാർത്ഥ്യം, ഭാവി എന്ന യാഥാർത്ഥ്യം കേട്ട ദൂതന് വിരോധമാണപ്പാ. പക്ഷെ ഞങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു. യഹോവ ഞങ്ങളുടെ കൂടെയുണ്ട്. നടക്കുന്ന സകല അവസ്ഥകളും സകല യാഥാർത്ഥ്യങ്ങളും മാറും. ആ വിഷയത്തിനകത്ത് യഹോവ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഒരു അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ വചനത്താൽ ഞാൻ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.